നമസ്കാരം അഭിഷേക്. നമസ്കാരം. കൊടൈക്കനാലിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കൊടൈക്കനാൽ എന്ന പ്രദേശം മലയാളികളുമായി വളരെ ഹൃദയത്തിൽ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ നടി വിഷ്ണുപ്രിയ, തമിഴകം, ഒറ്റ സിനിമ കൊണ്ട് തമിഴകം കീഴടക്കിയ നടി വിഷ്ണുപ്രിയയുടെ പിതാവ് സൂര്യനാരായണൻ കൊടൈക്കനാലിൽ അവരുടെ ബംഗ്ലാവിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുന്നു. ഇതിൻ്റെ പിൻവഴികൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രതികാര കൊലയാവാനുള്ള സാധ്യതകളുണ്ട്. ഇതിൻ്റെ നാൾവഴികളൊന്ന് പറയാമോ, എങ്ങനെയാണെന്നുള്ളത്? കൊലപാതകം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ 2026 ഫെബ്രുവരി 22 കൊടൈക്കനാലിലെ കുറിഞ്ചി ആണ്ടവർ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഗസ്റ്റ് ഹൗസ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ബംഗ്ലാവാണ്. സൂര്യനാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് നടിയായിട്ടുള്ള വിഷ്ണുപ്രിയയുടെ പിതാവാണ്. വിഷ്ണുപ്രിയ എന്ന് പറയുമ്പോൾ 2005 പുറത്തിറങ്ങിയ മായാവി എന്ന് പറയുന്ന സൂര്യയും ജ്യോതികയും ജോഡികളായെത്തിയ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് ഈ വിഷ്ണുപ്രിയ അതിൽ അഭിനയിച്ചത്. പക്ഷേ സിനിമ അത്ര വിജയമായില്ലെങ്കിലും അതിലെ പാട്ടുകളൊക്കെ വളരെ ശ്രദ്ധേയമായി. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു നടിയായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് അവരുടെ അർഹിക്കുന്ന ഒരു വേഷം കിട്ടാതെ പിന്നീട് പിന്നിലേക്ക് പോയി. ഇവരുടെ പിതാവാണ് ഈ സൂര്യനാരായണൻ എന്ന് പറയുന്ന 73 വയസ്സുകാരൻ. ഇദ്ദേഹം ചെന്നൈയിൽ വസതി ഉണ്ടെങ്കിലും കൊടൈക്കനാലിലാണ് ദീർഘനാളായി താമസിക്കുന്നത്. ഈ കുറിഞ്ചി ആണ്ടവർ ക്ഷേത്രത്തിന് സമീപമുള്ള കൊടൈക്കനാലിലെ വസതി എന്ന് പറയുമ്പോൾ, കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളടക്കം ഏറ്റവും അധികം സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ ബംഗ്ലാവ്, ഈ സൂര്യനാരായണൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ബംഗ്ലാവ് ടൂറിസ്റ്റുകൾക്കായിട്ട് പലപ്പോഴും അവിടുത്തെ മുറികൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ 21 തീയതി 2026 ഫെബ്രുവരി 21 ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് 5ഓളം പേർ വന്ന് റൂമെടുത്തു. ഈ മുറിയിലുണ്ടായിരുന്ന ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് കാരണക്കാർ. അതായത് ഇവിടെ റൂമെടുക്കുന്നു 21 തീയതി, ഈ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന ഇവരിവിടെ വന്ന് റൂമെടുക്കുന്നു. 22 അർദ്ധരാത്രിയോടെ സൂര്യനാരായണൻ ഈ സ്വിമ്മിംഗ് പൂളിനരികെ, ഈ കുറിഞ്ചി ആണ്ടവർ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ വസതിയിലെ സ്വിമ്മിംഗ് പൂളിനരികെ കൈകാലുകൾ ബന്ധിച്ച് ഒരു കസേരയിൽ വായിൽ ഇങ്ങനെ വട്ടത്തിൽ നമ്മുടെ പ്ലാസ്റ്ററല്ല, നമ്മുടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ടേപ്പുകളുണ്ട്. ഈ ടേപ്പുകൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണപ്പെട്ടത്. ഇവിടെ 2 ജോലിക്കാരുണ്ടായിരുന്നു ഈ വസതിയിൽ ഇദ്ദേഹത്തിന് സഹായികളായിട്ട്. ഇവരെയും കെട്ടിയിട്ട നിലയിലായിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് പോലീസിലെത്തി വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് നോക്കുമ്പോൾ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ഈ സ്വിമ്മിംഗ് പൂളിനരികെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ശ്വാസം മുട്ടിയതാണ് മരണകാരണം. കാരണം ഈ ഹെവി ഡ്യൂട്ടി ടേപ്പുകൾ മുഖത്ത് വരിഞ്ഞു മുറുക്കിയപ്പോൾ ഉണ്ടായ സഫോക്കേഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് കൊടൈക്കനാൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിലേക്കാണ് അവർ ആദ്യം പോയത്. കാരണം 2018 ഓഗസ്റ്റിൽ ഈ വിഷ്ണുപ്രിയയുടെ കാമുകനായിട്ടുള്ള പ്രഭാകർ എന്ന് പറയുന്ന ഒരു കാർ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാന പ്രതി എന്ന് പറയുന്നത് ഈ സൂര്യനാരായണനായിരുന്നു. കാരണം വിഷ്ണുപ്രിയ എന്ന തമിഴ് നടി, അവർ അത്യാവശ്യം തമിഴകത്ത് ഈ സിനിമകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവരുടെ വിവാഹം. രമേശ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളുമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. ആ ബന്ധത്തിൽ ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. ഇയാൾക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന അവസരത്തിൽ പലപ്പോഴും ഈ കൊടൈക്കനാലിലെ ബംഗ്ലാവിലായിരുന്നു ഇവർ വന്ന് താമസിച്ചിരുന്നത്. അങ്ങനെ താമസിക്കാനായി വരുന്ന വേളയിൽ ഈ വസതിയിലെ ഡ്രൈവറായിരുന്ന പ്രഭാകറുമായിട്ട് ഈ വിഷ്ണുപ്രിയ സൗഹൃദത്തിലാവുന്നു. ഈ സൗഹൃദം പിന്നീട് പ്രണയമായി വളരുന്നു. പലപ്പോഴും ഈ കൊടൈക്കനാലിലേക്ക് തിരിച്ച് ചെന്നൈ എയർപോർട്ടിലേക്കുമുള്ള യാത്രകളിൽ ഈ വിഷ്ണുപ്രിയയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നത് പ്രഭാകറായിരുന്നു. അങ്ങനെ ആ ബന്ധം ഈ സൂര്യനാരായണൻ, ഒരു സൗഹൃദത്തിനപ്പുറം ഇതൊരു പ്രണയമായിട്ട് വളർന്നപ്പോൾ ഈ ബന്ധം സൂര്യനാരായണൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും സൂര്യനാരായണൻ മകളോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയും ചെയ്തു. പക്ഷേ മകൾ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, പിതാവിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ താൻ പ്രഭാകരനെ തന്നെ വിവാഹം കഴിക്കുമെന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചു. അതിൽ പ്രകോപിതനായി ഇദ്ദേഹം വാടക കൊലയാളികൾക്ക് ഈ പ്രഭാകരനെ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കണം എന്ന രീതിയിൽ ഒരു കൊട്ടേഷൻ കൊടുത്തു. 5 ലക്ഷം രൂപയാണ് ഇവരുടെ കൊട്ടേഷൻ തുക എന്ന് പറയുന്നത്. അതിൽ 2018 ഓഗസ്റ്റ് മാസത്തിൽ കൊടൈക്കനാലിലെ ഒരു ആളൊഴിഞ്ഞ കാടിന് സമീപം പ്രഭാകരൻ്റെ കാർ കണ്ടെത്തുന്നു. ഈ കാറിൻ്റെ ഉടമസ്ഥനെ അന്വേഷിക്കുമ്പോൾ ഇത് പ്രഭാകർ എന്ന് പറയുന്ന ആളുടെ കാറാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ പോലീസ് നടത്തിയ തിരച്ചിലിൽ ഈ വനപ്രദേശത്തിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുന്നു. പിന്നീടാണ് ഇതൊരു വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഇദ്ദേഹം നടത്തിയൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ ഇദ്ദേഹം നിയമ നടപടികൾ നേരിട്ട് വരുന്നതിനിടെയാണ് ഈ ബംഗ്ലാവിൽ ഇത്തരത്തിലൊരു ദാരുണമായ മരണം ഇദ്ദേഹത്തെയും തേടിയെത്തുന്നത്. അങ്ങനെ പോലീസിൻ്റെ ആദ്യ അന്വേഷണം എന്ന് പറയുന്നത് ഇതൊരു പ്രതികാര കൊലയാണ്. കാരണം മുൻപൊരു കൊലപാതക കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ
അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാകർ എന്ന് പറയുന്ന ആളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്ന നിലയിലായിരുന്നു പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം. അങ്ങനെ 100ഓളം വരുന്ന ഈ കൊടൈക്കനാൽ പോലീസ് 3 സംഘങ്ങളായി തിരിഞ്ഞ് ഈ പുതുച്ചേരി അതുപോലെ തന്നെ ചെന്നൈ, വേളാങ്കണ്ണി തുടങ്ങിയ 3 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തുടങ്ങിയത്. കാരണം കോയമ്പത്തൂർ സ്വദേശികളാണെന്ന മേൽവിലാസത്തിലാണ് ഇവരിവിടെ റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൊലയാളികളിലേക്ക് എത്തി. ഇതിലെ കൊലയാളി എന്ന് പറയുന്നത്, പ്രധാന സൂത്രധാര എന്ന് പറയുന്നത് ഗിരിജ എന്ന് പറയുന്ന ചെന്നൈ സ്വദേശിനിയാണ്. ഈ ഗിരിജയുടെയും ഭർത്താവിൻ്റെയും കുടുംബ സുഹൃത്താണ് ഈ സൂര്യനാരായണൻ. ഇദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്ന വേളയിൽ ഇവരുടെ വസതിയിലെത്തി താമസിക്കാറുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അളവറ്റ സമ്പാദ്യം ഇവരുടെ കണ്ണിലുടക്കി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്വത്തുക്കൾ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരിങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ഗിരിജ സ്വന്തം മകനായ കിരണിനോട് വിവരം പറയുന്നു. കിരണിൻ്റെ സുഹൃത്തായ ശ്യാം മുഖേനയാണ് ഇങ്ങനൊരു കൊലപാതകത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇവർ തയ്യാറാക്കുന്നത്. ശ്യാമാണ് ഇങ്ങോട്ടേക്ക് സുഹൃത്തുക്കളെയും കൂട്ടി ഏകദേശം 5ഓളം വരുന്ന സംഘാംഗങ്ങളെയും കൂട്ടി കൊടൈക്കനാലിലേക്ക് എത്തുന്നു. കൊടൈക്കനാലിലേക്ക് ഇദ്ദേഹം വരുന്നത് വളരെ നീണ്ട ആസൂത്രണത്തോടെയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏകദേശം 3ഓളം തവണ ഇദ്ദേഹം നിരന്തരം കൊടൈക്കനാലിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ലക്ഷ്യത്തോടെ. അങ്ങനെ ഈ കഴിഞ്ഞ 21-ാം തീയതി ഇവർ ശ്യാമും സുഹൃത്തുക്കളും ഈ കൊടൈക്കനാലിലെ ഇദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി മുറിയെടുക്കുന്നു. മുറിയെടുത്ത് രാത്രിയോടെ ഇവിടെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ കെട്ടിയിട്ടതിന് ശേഷം ഈ സൂര്യനാരായണനെ കസേരയിൽ ബന്ധിച്ച് ഈ സ്വിമ്മിംഗ് പൂളിന് സമീപത്തേക്ക് ഇരുത്തുന്നു. അങ്ങനെ ഈ ടേപ്പൊട്ടിക്കുമ്പോൾ താമസിയാതെ ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നു. ഇവരുടെ വസതിയിലുണ്ടായിരുന്ന സ്വർണവും പണവും അതുപോലെ തന്നെ പട്ടബുക്ക് എന്ന് പറയും, തമിഴ്നാട്ടിലെ ഈ ഉടമസ്ഥാവകാശം വെളിവാക്കുന്ന രേഖകളാണ്. അപ്പോൾ ഈ 3.5 കോടിയോളം രൂപ വില വരുന്ന ഒരു വ്യവസായ ഈ ഒരു സമുച്ചയത്തിൻ്റെ ഒരു ഭൂമിയായിരിക്കാം. അതിൻ്റെ ഈ ഉടമസ്ഥാവകാശം സംബന്ധിക്കുന്ന നിർണായകമായിട്ടുള്ള രേഖകൾ ഇവർ കൈവശപ്പെടുത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് കടന്നു കളയുന്നു. ഇവർ കെട്ടിയിട്ടത് ഒരുപക്ഷെ ഇയാളെ മരണത്തിന് കാരണമാകുമെന്ന ബോധ്യത്തിലല്ലായിരിക്കും. കാരണം ഇവരെ ഇവിടെ കെട്ടിയിട്ടതിന് ശേഷം അവിടെ കവർച്ച നടത്തി രക്ഷപ്പെടുകയായിരിക്കാം പക്ഷേ പ്രതികളുടെ ലക്ഷ്യം. പക്ഷേ ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അതോടെയാണ് ഈ കേസ് കൈവിട്ടു പോകുന്നത്. അങ്ങനെ കൊടൈക്കനാൽ പോലീസ് അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തിയതിന് ശേഷം ഈ 10 പ്രതികളാണ് ഇതിനകത്ത് മുഴുവനായിട്ടുണ്ടായിരുന്നത്. ഗിരിജയുടെ മകനായിട്ടുള്ള കിരൺ, പിന്നീട് ശ്യാം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ 5ഓളം ആളുകൾ. മൊത്തത്തിൽ 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒരാളെ മാത്രമാണ് ഇനി പിടികിട്ടാനുള്ളത്. എന്തായാലും കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണമാണ് കൊടൈക്കനാൽ പോലീസ് നടത്തിയത്. പ്രത്യേകിച്ച് ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടക്കുന്നൊരു കൊലപാതകം എന്ന നിലയിൽ അതങ്ങോട്ടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം തമിഴ്നാടിൻ്റെ ടൂറിസം വരുമാനത്തിൽ ഏറ്റവും അധികം ഇൻകം വരുന്നത് കൊടൈക്കനാലും ഊട്ടിയും പോലുള്ള ഈ ഡെസ്റ്റിനേഷനുകളിലൂടെയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ ക്രൈമുകളും അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിയത്. എന്തായാലും ഈ സ്വത്തും പണവും അപഹരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇദ്ദേഹം മുൻപ് പങ്കാളിയായ ഈ പ്രഭാകർ എന്ന് പറയുന്ന കാർ ഡ്രൈവറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികാര കൊലയല്ല എന്ന് തിരിച്ചറിഞ്ഞു. എന്തായാലും 10 പ്രതികളിൽ 9 പേരെയും കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എത്രയും വേഗം കുറ്റവാളിയെ കണ്ടുപിടിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയും. അതെ.